തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച വാർഡുകളിൽ പ്രചരണം സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇനി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ചകളും മുന്നണികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളിൽ വേഗം സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള ശ്രമത്തിലാണ് LDFും BJPയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കുകയുമാണ്. കോഴിക്കോട് LDFിൽ ചില തർക്കങ്ങളുണ്ട്. സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ LDFിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം കോട്ടയത്ത് കോൺഗ്രസ് സഹയാത്രികൻ ജിം അലക്സ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് കൂറുമാറി. ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കും. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ വീട് കയറിയുള്ള വോട്ടഭ്യർത്ഥന തുടരുകയാണ്. ത്രിതല പഞ്ചായത്ത് വാർഡുകളിലേക്കും നഗരസഭാ വാർഡുകളിലേക്കുമുള്ള കൂടുതൽ സ്ഥാനാർത്ഥികളെ പാർട്ടികൾ ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതാണ് സംസ്ഥാനത്തെ പൊതു സാഹചര്യം. സംസ്ഥാനത്ത് വരുന്ന ഒരു മാസം ഇനി തെരഞ്ഞെടുപ്പ് പൂരമാണ്. നോക്കാം വിശദാംശങ്ങൾ. ആദ്യം ഡാനി പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നു. ഡാനി, ഇന്ന് കൊച്ചി കോർപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. കോൺഗ്രസ് തിരുവനന്തപുരം പോലെ വേഗത്തിൽ അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണോ? ഇത്തവണ വിമതമാരെയൊക്കെ ഒഴിവാക്കിയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം കോൺഗ്രസിൻ്റേതുണ്ടല്ലോ. എന്താണ് കോർപ്പറേഷനിലെ ഇന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ? കോൺഗ്രസിന് പുറമെ ആരെങ്കിലും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമോ? സജിത്ത, കൊച്ചി കോർപ്പറേഷൻ ഭരണം നമുക്കറിയാം. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതരെ ഉപയോഗിച്ചുകൊണ്ടാണ്, അവരെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം ഭരണം കരസ്ഥമാക്കിയത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വലിയ തെറ്റിന് ഇത്തവണ അത്തരം തെറ്റുകളിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ശ്രമം തുടക്കത്തിലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. വിമതരെ ഒഴിവാക്കുക, അതായത് പരമാവധി ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി. നമുക്കറിയാം, നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ DCC പ്രസിഡന്റ് പറഞ്ഞത് ഒരു കൗൺസിലിംഗ് അടക്കം നൽകും ഈ മത്സരാർത്ഥികൾ പെരുകുമ്പോൾ എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതേ തന്ത്രം തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പലയിടങ്ങളിലും ഈ രീതിയിൽ തങ്ങൾക്കകത്തുനിന്ന് തന്നെ പരസ്പരം മത്സരിക്കുന്ന രീതി ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് ഒരു ആദ്യഘട്ട പട്ടിക പുറത്തിറക്കുമെന്ന രീതിയിലാണ് വരുന്നത്. പലയിടത്തും തന്നെ ഇത് സംബന്ധിയായ കാര്യങ്ങൾ ധാരണയായിട്ടുണ്ട്. ചില സീറ്റുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ സ്ഥാനാർത്ഥികൾ പരസ്പരം അടുത്ത മണ്ഡലത്തിലെ അടുത്ത വാർഡുകളിലേക്കടക്കം നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. ചിലയിടത്ത് ഈ വനിതാ വാർഡ് വരുന്നു, സംവരണം വരുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരെ ഈ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, അതായത് കൗൺസിലിൽ നിലനിൽക്കേണ്ട ആളുകളുണ്ട്. അവർക്ക് വേണ്ടി അടുത്ത വാർഡുകളിലേക്ക് മാറുക, അങ്ങനെ ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് പലയിടത്തും തന്നെ. അതിൽ ഏതാണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ധാരണയായിട്ടുണ്ട്. 8 സീറ്റുകൾ മുസ്ലിം ലീഗ് അടക്കം ഇതിൽ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അവരുടെ സീറ്റുകളുടെ ഒരുപക്ഷെ പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ സാധ്യതയില്ല. ഈ ഘടകകക്ഷികളുടെ UDF സംവിധാനത്തിൻ്റെ സീറ്റുകളുടെ പ്രഖ്യാപനത്തിലേക്ക് ഒരുപക്ഷെ ഇന്ന് വന്നേക്കില്ല. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ആദ്യഘട്ട എന്ന രീതിയിൽ തന്നെ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നേക്കുമെന്ന് തന്നെ കരുതുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്കെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ വലിയ രീതിയിൽ മേൽക്കൈ ഉള്ളതാണ് UDFിനെ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് UDF തന്നെയാണ് അതിന് മേധാവിത്വം നൽകുന്നത്. നിലവിൽ ഇത്തരം ഒരു പട്ടികകളുടെ എല്ലാം തന്നെ പൂർണ്ണതയിലേക്ക് വന്നിട്ടുണ്ട്. ഏലൂർ നഗരസഭയിൽ ഇത് പ്രഖ്യാപനത്തിലേക്ക് വരികയാണ്. ഇന്നത്തോടുകൂടി നഗരസഭകൾ കേന്ദ്രീകരിച്ചുള്ള നഗരസഭകളും കൊച്ചിൻ കോർപ്പറേഷനിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളടക്കം പലയിടങ്ങളിലായിട്ട് വിപുലമായിട്ട് തന്നെ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനി തെരഞ്ഞെടുപ്പിന് വേണ്ടി അധികം സമയം ഇത്തരം ആലോചനകൾക്ക് കളയേണ്ടതില്ല. മാത്രവുമല്ല, തങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു, വളരെ നേരത്തെ തന്നെ ഇത്തരം മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന പ്രതിയോഗികൾക്ക് നൽകുന്നൊരു സന്ദേശം കൂടിയായിരിക്കും അത്തരം കാര്യം. അതുകൊണ്ട് കോൺഗ്രസ് ആ രീതിയിലുള്ളൊരു ചർച്ചകൾ ഇനി കൂടുതലില്ല. സ്ഥാനാർത്ഥികളെല്ലാം തങ്ങൾ തയ്യാറാണ്, കൂടുതൽ ഇനി വിമതരില്ല. അത്തരം കാര്യങ്ങളിലൊരു പൊതു സന്ദേശം നൽകുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അത്തരമൊരു പ്രഖ്യാപനം ഇന്ന് വൈകിട്ടത്തോടു കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നൊന്ന് മേയർ സംബന്ധിയായ കാര്യങ്ങളിലാണ് പല പേരുകൾ അടക്കം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ DCC നൽകുന്ന അടക്കമുള്ള നിർദ്ദേശം ഇപ്പോൾ അത്തരമൊരു ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല, അനാവശ്യമായ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടേണ്ടതില്ല. അത് ആദ്യം കോർപ്പറേഷൻ ഭരണം പിടിക്കുക, അതിനുശേഷമാകാം മറ്റു ചർച്ചകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട്
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും തന്നെ ചർച്ച ചെയ്യേണ്ടതില്ല, അത്തരം ചോദ്യങ്ങൾ തന്നെ ഒഴിവാക്കുക. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് പറയുന്നത്. പല പേരുകൾ പലയിടങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ പോലും അതിനോട് പ്രതികരിക്കേണ്ടതില്ല. ഉചിതമായ തീരുമാനം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും അത്തരം ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നതാണ്. വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടന്നേക്കും, ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് നടന്നേക്കും. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്തരമൊരു നീക്കത്തിലേക്ക് ഏതാണ്ട് കടന്നിരിക്കുന്നു. വൈകാതെ ഇതേ ചുവട് തന്നെയായിരിക്കും ഇടതുമുന്നണിയും നീങ്ങുക. വൈകാതെ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് വരും. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ അതും ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. പ്രത്യേകിച്ച് സീറ്റ് വിഭജനം സംബന്ധിയായ കാര്യങ്ങളിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. കോർപ്പറേഷനിൽ 8 സീറ്റുകളിൽ മത്സരിക്കാനാണ് ധാരണയായിട്ടുള്ളത്. CPIക്ക് 8 സീറ്റാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ അത്തരം ഒരു ചർച്ചകൾ ഒരു അസ്വാരസ്യങ്ങളില്ലാതെ തുടക്കത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ CPIയുമായി ചിലയിടങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് തൃക്കാക്കര പോലുള്ള മേഖലകളിലെല്ലാം ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. CPI ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയിട്ടില്ല എന്നൊരു പരാതി CPIക്കുണ്ട്. കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ 6 സീറ്റുകളിൽ മത്സരിച്ചു, 2 സീറ്റുകളിൽ ജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. കൂടുതൽ സീറ്റുകൾ വേണമെന്ന് അവർ അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചില സീറ്റുകളിൽ പുനഃക്രമീകരണം, ചില വാർഡുകളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് തങ്ങളെ മാറ്റണമെന്നൊരു ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 ആവശ്യവും CPM നേതൃത്വം നിരാകരിച്ചിരിക്കുകയാണ്. അതിൽ അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു തീർക്കാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപെന്നാണ് ഇടതുമുന്നണി തന്നെ പറയുന്നത്. BJPയും തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വൈകാതെ കടക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. സജിത, അതാണ് കൊച്ചി കോർപ്പറേഷനിലെ പൊതു സാഹചര്യം. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കരുതാം. സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും ചിത്രം അതാണ്. നിരവധി നാടകീയ നീക്കങ്ങളും വിമത നീക്കങ്ങളും എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും അത്തരം ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. നമുക്ക് വിശദമായി വരാം.